ഹലോ മൈ ഫ്രണ്ട്സ്, ലിസ് ബ്യൂട്ടി ടിപ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ പോസ്റ്റ് എന്താണെന്നോ, കുഞ്ഞുങ്ങളുടെ കുഞ്ഞുവാവകൾക്ക് നല്ല തലമുടി ഉണ്ടാവുന്നതിനും നല്ല കളറ് കിട്ടുന്നതിനൊക്കെ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്നുള്ളതാണ് കേട്ടോ. അത് ഗർഭസ്ഥ ശിശുക്കൾക്ക് മുതൽ നമ്മൾ അതിനെക്കുറിച്ച് കോൺഷ്യസ് ആവണം. സാധാരണ നമ്മൾ പ്രസവം കഴിയുമ്പോഴാണ് കുഞ്ഞിന് കളറ് കുറവാണ്, കുഞ്ഞിന് മുടി കുറവാണ് എന്നൊക്കെ ഉള്ളൊരു എന്താ നമ്മുടെ മലയാളത്തിൽ പറയുകയാണെങ്കിൽ പദം പറച്ചിൽ വരുന്നത്. അപ്പോൾ അതിന് മുന്നേ നമുക്കൊന്ന് പിന്നെ അതൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാലേ കുഞ്ഞിന് ഇപ്പം നമ്മൾ ഇപ്പോൾ സാധാരണ പാരമ്പര്യമാണ് നമ്മുടെ ഹെയറും അല്ലേ, കളറും ഒക്കെ എങ്ങനെയായാലും ഒരു 90% പാരമ്പര്യം തന്നെയാണ്, അതിന് യാതൊരു മാറ്റമില്ല. പക്ഷേ എങ്കിലും നമുക്ക് ഒരു ലെവൽ 2 ലെവലും ഒക്കെ നമുക്ക് കൂട്ടാൻ സാധിക്കും. ഇങ്ങനെ നമ്മുടെ ഭക്ഷണക്രമത്തോട് അങ്ങനെയൊക്കെ നമുക്ക് കൂട്ടാൻ സാധിക്കും. അപ്പം നമ്മൾ ഗർഭിണിയായിരിക്കുമ്പോൾ തന്നെ നമ്മൾ ചില ഭക്ഷണങ്ങൾ നമുക്ക് തിരഞ്ഞെടുത്ത് കഴിക്കാം. അപ്പോൾ ഡോക്ടർമാർ നമ്മളോട് പറയുമല്ലേ പഴങ്ങളും പച്ചക്കറികളൊക്കെ ധാരാളം കഴിക്കണമെന്ന്. അപ്പോൾ അതിൻ്റെ ഉദ്ദേശം എന്താണെന്നോ, വൈറ്റമിൻ സി ധാരാളം കിട്ടണം, അതുപോലെ ഫോളിക് ആസിഡ് വേണം, അയൺ വേണം. അപ്പോൾ ഇതൊക്കെ നമുക്ക് ചെന്ന് കഴിയുമ്പോൾ നമ്മുടെ ഗർഭിണികൾക്ക് മാത്രമല്ല കുഞ്ഞുങ്ങൾക്കും ഇത് നല്ലതാണ്. ഉദാഹരണത്തിന് ഇപ്പോൾ വൈറ്റമിൻ സി തന്നെ എടുക്കുകയാണെങ്കിൽ നല്ല കളറ് കിട്ടുന്നതിനും ഇമ്മ്യൂണിറ്റി കൂടുന്നതിനും അമ്മയ്ക്ക് ഇതൊക്കെ കിട്ടുമ്പോൾ ഓൾറെഡി കുഞ്ഞിനും കിട്ടും അല്ലേ, അതിൻ്റെ അമ്മ കഴിക്കണതിൻ്റെ ഗുണം കുഞ്ഞിനും കിട്ടും. അപ്പോൾ നമുക്ക് വൈറ്റമിൻ സി അടങ്ങിയ പഴങ്ങളും പച്ചക്കറികളും കഴിക്കാൻ ഡോക്ടർമാർ പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഓർക്കണം ഓറഞ്ച്, നാരങ്ങ, പിന്നെ ലെമൺ ജ്യൂസ് അല്ലേ, അതൊക്കെയാണ്. പക്ഷേ വേറെ ബെറീസ് നമുക്ക് കഴിക്കാം. അതുപോലെ പച്ചമുളകുകളിലുണ്ട് കേട്ടോ, പല നിറത്തിലുള്ള പച്ചമുളകുകളുണ്ടല്ലോ, അപ്പോൾ അത് നമുക്ക് കഴിക്കാം. പിന്നെ അതുപോലെ തന്നെ പേരയ്ക്ക, കിവി, പപ്പായ, മാങ്ങ, പൈനാപ്പിൾ, ഇതിലെല്ലാം വൈറ്റമിൻ സി ഉണ്ട് കേട്ടോ. അപ്പം നിങ്ങൾക്ക് അതിൽ നമ്മുടെ ആ ഒരു സീസണലായിട്ട് വരുന്ന ഇതിലേതെങ്കിലും വരുന്ന ഫ്രൂട്ട്സൊക്കെ നല്ലോണം അങ്ങോട്ട് കഴിക്കുക, മനസ്സിലായി. അതോടൊപ്പം തന്നെ നമുക്ക് പിന്നെ കേബേജ് വർഗ്ഗങ്ങൾ, ബ്രോക്കോളി പോലെയുള്ള കേബേജ് വർഗ്ഗങ്ങളൊക്കെ അതിനകത്തെല്ലാം വൈറ്റമിൻ സി ധാരാളം ഉണ്ട്. അപ്പോൾ ഇമ്മ്യൂണിറ്റി കൂടുന്നതിനും അതോടൊപ്പം തന്നെ കളർ കിട്ടുന്നതിനും നമ്മൾ വൈറ്റമിൻ സി അടങ്ങിയ ആഹാരങ്ങൾ കൂടുതൽ കഴിക്കണം കേട്ടോ. പിന്നെ ഡോക്ടേഴ്സ് ഫോളിക് ആസിഡ് നമുക്ക് കഴിക്കാൻ തരും. അപ്പോൾ ഫോളിക് ആസിഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഗർഭസ്ഥ ശിശുവിന് വരുന്ന ചില ആരോഗ്യ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരമാണ്. അതുപോലെ അമ്മയ്ക്കും നല്ലതാണ്. ഇപ്പോൾ പറയുന്നത് പിന്നെ നമ്മൾ ഗർഭധാരണത്തിന് മുന്ന് തുടങ്ങിയ ഫോളിക് ആസിഡ് കഴിക്കുന്നത് നല്ലതാണ്. ട്രൈ ചെയ്യുന്നവർക്ക് ഫോളിക് ആസിഡ് കഴിക്കുന്നത് നല്ലതാണ് ഇപ്പോൾ ഡോക്ടേഴ്സ് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് നമ്മളപ്പോൾ ഫോളിക് ആസിഡ് നമുക്ക് തരുന്നുണ്ടെങ്കിലും നമ്മളെപ്പോഴും ഭക്ഷണം അത് ശ്രദ്ധിച്ചാൽ നമുക്കൊത്തിരി അതിൻ്റെ ഗുണങ്ങൾ അമ്മയ്ക്കും കുഞ്ഞിനും കിട്ടും കേട്ടോ. അപ്പോൾ ഫോളിക് ആസിഡ് അടങ്ങിയ ഭക്ഷണങ്ങൾ എന്ന് പറയുമ്പോൾ കേബേജ് വർഗ്ഗങ്ങൾ, അതുപോലെ ചിക്ക് പീസ്, പിന്നെ എന്താ പറയണേ നമ്മുടെ നട്ട്സിൽ ധാരാളം ഉണ്ട്. പിന്നെ ലിവർ, ബീഫിൻ്റെയൊക്കെ ലിവർ, പിന്നെ പഴങ്ങൾ പറയുകയാണെങ്കിൽ ബെറീസ്, ഓറഞ്ച്, ലെമൺ, അതുപോലെ തന്നെ സ്ട്രോബെറി, അങ്ങനെ അതിനകത്തെല്ലാം നമുക്ക് ധാരാളമായിട്ട് പിന്നെ ഫോളിക് ആസിഡ് ഉണ്ട്. പിന്നെ കൂടാതെ മാങ്ങ, മാതളം, ഇതിനകത്തൊക്കെ ധാരാളം. അപ്പം നിങ്ങൾ ആ മാമ്പഴത്തിൻ്റെ സീസണിലാണെങ്കിൽ ധാരാളം മാങ്ങ കഴിക്കാം. മാതളം ഇച്ചിരി വില കൂടിയതാണെങ്കിലും കഴിക്കാൻ പറ്റുന്നവർക്ക് അത് കഴിക്കാം. അങ്ങനെ നമുക്ക് ആ ഒരു സീസണലായിട്ട്, ഞാനിതെല്ലാം എടുത്തു പറയണത് സീസണലായിട്ട് നമുക്ക് കിട്ടുന്ന ആ സമയത്ത് കിട്ടുന്ന പഴങ്ങൾ തിരഞ്ഞെടുത്ത് കഴിക്കാനാണ് ഞാനിങ്ങനെ ഓരോന്നും പറയണത് കേട്ടോ. പിന്നെ അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് അയൺ നമുക്ക് ആവശ്യമാണ്, അമ്മയ്ക്കും കുഞ്ഞിനും ആവശ്യമാണ് അയൺ. അപ്പോൾ അയൺ അടങ്ങിയ ആഹാരങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ മാത്രമല്ല കേട്ടോ, ഈ വെജിറ്റേറിയൻസിന് എപ്പോഴും അയണിൻ്റെ കുറവ് വരും. കാര്യം അവർ എഗ്ഗ് കഴിക്കില്ല, മീറ്റ് കഴിക്കില്ല. അപ്പോൾ ഈ എഗ്ഗും മീറ്റൊക്കെ കഴിക്കുന്നവർക്ക് അത്രയും പ്രശ്നമില്ല. പക്ഷേ വെജിറ്റേറിയൻസ് അവർ കഴിക്കുക. അപ്പോൾ അവർ ധാരാളമായിട്ട് പരിപ്പ് വർഗ്ഗങ്ങൾ കഴിക്കണം. അതുപോലെ ബീറ്റ്റൂട്ടിൽ നിറയെ അയണുണ്ട് കേട്ടോ. അപ്പോൾ ബീറ്റ്റൂട്ട് നമുക്ക് ജ്യൂസായിട്ടും കഴിക്കാം. പിന്നെ അത് ഇഷ്ടമില്ലാത്തവർക്ക് നമുക്ക് ഒന്ന് ആവി കയറ്റി തോരനോ അങ്ങനെ മെഴുക്ക് പുരട്ടിയൊക്കെ ആക്കി ധാരാളം കഴിക്കാം. അതുപോലെ ചീര കഴിക്കാം. വെജിറ്റേറിയൻ്റെ കാര്യം ഞാൻ പറയണേ. പിന്നെ എന്തൊക്കെയാണ്, നട്ട്സ്, സീഡ്സ്, ഇതിലെല്ലാം
പിന്നെ ധാരാളം അയൺ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് കഴിക്കാം. പിന്നെ അവോക്കാഡോ, സ്ട്രോബെറി, വാട്ടർമെലോൺ തുടങ്ങി ഒത്തിരി ഫ്രൂട്ട്സ് ഇതിൽ അയൺ അടങ്ങിയിട്ടുണ്ട്. അപ്പം നമുക്ക് വെജിറ്റേറിയൻ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. അവർ കൂടുതലായിട്ട് ഇങ്ങനെയുള്ള പിന്നെ മത്സ്യമാംസാദികൾ കഴിക്കാത്തവർ ഇങ്ങനെ വെജിറ്റേറിയൻ നിങ്ങൾ ഇലക്കറികളൊക്കെ ധാരാളം കഴിക്കണം. പിന്നെ നെല്ലിക്ക നിങ്ങൾക്ക് കഴിക്കാം കേട്ടോ, ബനാന കഴിക്കാം. പിന്നെ ചെറുപയർ, ഈ പയറുവർഗ്ഗം എന്ന് പറയുമ്പോൾ ചെറുപയർ നല്ലതാണ് കേട്ടോ. നമുക്ക് അമ്മയ്ക്കും കുഞ്ഞിനും ഒക്കെ നല്ലതാണ്, മുടിക്കൊക്കെ നല്ലതാണ് ചെറുപയർ. അതുപോലെ തന്നെ ക്യാരറ്റ് നമുക്ക് ജ്യൂസായിട്ടും കുടിക്കാം. അതുപോലെ ക്യാരറ്റ് നമുക്ക് വൈറ്റമിൻ എ ഉണ്ട്, കണ്ണിനൊക്കെ വളരെ നല്ലതാണ്. അപ്പോൾ ക്യാരറ്റ് ധാരാളം അമ്മമാർ കഴിക്കണം. അപ്പോൾ അത് കുഞ്ഞിന് നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെ നമുക്ക് തിരഞ്ഞെടുത്ത് ഭക്ഷണങ്ങൾ കഴിക്കുക. സീസണലായിട്ട് കിട്ടുന്ന ഭക്ഷണങ്ങൾ ധാരാളമായിട്ട് കഴിക്കുക. അപ്പോൾ തന്നെ കുട്ടിക്ക് നമ്മൾ വിചാരിച്ചേക്കാളും കൂടുതൽ ഇതെല്ലാം ആഹാരത്തിൽ കൂടെയും കൂടെ കിട്ടുമ്പോൾ കുട്ടിക്ക് മുടിയും കളറും എല്ലാം കൂടാൻ 1 ലെവൽ 2 ലെവലൊക്കെ കൂടാൻ സാധ്യതയുണ്ട് കേട്ടോ. ഇനി അടുത്തതായിട്ട് അമ്മമാർക്കൊരു പരാതിയാണല്ലേ, അത് ജനിച്ചപ്പോൾ നല്ല കളറുണ്ടായിരുന്നു കേട്ടോ, ഇപ്പോൾ അതേ വല്ലാണ്ട് കറുത്തു പോയെന്ന് പറയുന്ന ഒത്തിരി അമ്മമാരുണ്ട്. അത് ശരിയാണ്, അങ്ങനെയാണ്. നമ്മൾ ജനിക്കുമ്പോൾ കുഞ്ഞുങ്ങൾ ഫ്ലൂയിഡിൽ കിടന്നാണല്ലോ വളരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു കളറ് കുഞ്ഞുങ്ങളുടെ ദേഹത്ത് കാണും. അത് കുറച്ചാൾ കഴിയുമ്പോൾ അത് ഡിമ്മാവും. പിന്നെ ഉള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുഞ്ഞുങ്ങളുടെ പ്രസവിച്ചൊരു വെയിറ്റ് കുറച്ചാൾ കഴിയുമ്പോൾ കാണില്ല അല്ലേ. അപ്പോൾ വെയിറ്റ് കുറയുമ്പോഴും സ്കിന്ന് ചുരുങ്ങും, അപ്പോഴും കളറൊന്ന് ഡിമ്മാവും. പിന്നെ അടുത്തതായിട്ട് സംഭവിക്കുന്നത് എന്താണെന്നോ, പിന്നെ കുഞ്ഞ് വളരും തോറും കുഞ്ഞിൻ്റെ സ്കിന്നിന് കട്ടി കൂടും. കട്ടി കൂടുമ്പോഴും പിന്നെ നമ്മുടെ കുഞ്ഞിൻ്റെ കളറ് കുറയാൻ സാധ്യതയുണ്ട്. പിന്നെ ചിലർ ഡോക്ടർ വെയിൽ കൊള്ളിക്കാൻ പറയുവേ, അപ്പോൾ കുറേ നേരം കുഞ്ഞിനെ വെയിൽ കൊള്ളിക്കുന്നതും കൊള്ളില്ല. കുറച്ച് നേരമൊക്കെ 10 മിനിറ്റ് 15 മിനിറ്റൊക്കെ കുഞ്ഞിനെ വെയിൽ കൊള്ളിച്ചാൽ മതി. അപ്പോൾ അങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ടും പിന്നെ കുഞ്ഞിന് കളറ് കുറയേ. അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഇതുകൊണ്ടാണ് കളറ് കുറഞ്ഞത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ ആ ഒരു കംപ്ലൈൻറ്റ് മാറാൻ വേണ്ടിയാണ് ഞാനീ പറഞ്ഞത് കേട്ടോ. പിന്നെ ഇനി നമുക്ക് കുഞ്ഞ് ഉണ്ടായിക്കഴിഞ്ഞ് അതിൻ്റെ സ്കിൻ കെയർ ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ആ വീഡിയോയിൽ ഞാൻ വളരെ വിശദമായിട്ട് നമുക്ക് ജനിച്ചു കഴിഞ്ഞ് കുഞ്ഞുങ്ങളുടെ സ്കിന്നിന് കളറ് പോകാതിരിക്കാനും കളറ് കിട്ടാനുമുള്ള ഒത്തിരി റെമഡീസ് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. നിങ്ങളതെടുത്ത് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതലായിട്ട് അതിനെക്കുറിച്ച് അറിയാൻ സാധിക്കും. ഇപ്പം നമ്മുടെ സമയം കഴിഞ്ഞുകൊണ്ട് ഞാൻ ഇതിൽ പറയുന്നില്ല. പിന്നെ ഒരിക്കൽ പറഞ്ഞതാണ്, എനിക്ക് തോന്നുന്നു ഒരു 4 വർഷം മുന്നാന്ന് തോന്നുന്നു ഞാൻ ആ വീഡിയോ ചെയ്തത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ അതെടുത്ത് കാണണം. ഓക്കെ. അപ്പോൾ എൻ്റെ ഈ പോസ്റ്റ് കുഞ്ഞുവാവ ഉണ്ടാവാൻ ശ്രമിക്കുന്നവർക്കും കുഞ്ഞുവാവ ജനിക്കാൻ പോകുന്നവർക്കും ഒക്കെ ജനിച്ചവർക്കും എല്ലാം ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇങ്ങനെ ഉള്ള കുട്ടി നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ അവർക്കത് യൂസ്ഫുള്ളാവുമല്ലോ. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കണം. ഓക്കെ, എന്നാൽ എന്നെ വാച്ച് ചെയ്ത് നിങ്ങൾക്ക് എല്ലാവർക്കും താങ്ക്സ് ഉണ്ട് കേട്ടോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം. ഓക്കെ, എന്നാൽ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.